തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ പരിശോധന തുടരുകയാണ്. അവിടെ നമ്മുടെ ആർ ശ്രീജിത്തുണ്ട്. മറ്റുള്ള CMR കമ്പനിയുടെ എറണാകുളത്തെ ഓഫീസിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നുണ്ട്. 12 കേന്ദ്രങ്ങളിൽ ED 1 മണിക്കൂർ മുമ്പ് റെയ്ഡ് ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ലോക്കൽ പോലീസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഇന്റലിജൻസിനെയോ ഒന്നും അറിയിക്കാതെയാണ് ED നടത്തിയിട്ടുള്ള നീക്കം. പോലീസ് വഴി ചോരാതിരിക്കാൻ വേണ്ടി അതീവ രഹസ്യമായിട്ടാണ് ED 12 ഇടങ്ങളിലേക്ക് അയച്ചത്. കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും ED എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ആർ ശ്രീജിത്ത് ചേരുന്നു. പറയൂ ശ്രീജിത്ത്. രാവിലെ 7 മണിയോടെയാണ് ED സംഘം പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയത്. ലോക്കൽ പോലീസിനെ അറിയിക്കാതെ കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ പരിശോധനകൾ തുടരുന്നത്. രാവിലെ പിണറായി വിജയൻ അദ്ദേഹം എഴുന്നേറ്റ് വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ED ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയത്. ഇന്നലെ ഈ എക്സാലോജിക്ക് CMR മാസപ്പടി കേസിലെ ED അന്വേഷണത്തിനുള്ള സ്റ്റേ നീക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പിണറായിയുടെ വീടുകളിലും CMR ഓഫീസുകളിലും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. പിണറായിയുടെ വെണ്ടുട്ടായിലെ പിണറായി ഗ്രാമത്തിലെ വെണ്ടുട്ടായിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2019 ജനുവരി 25-ന് ഈ CMRന്റെ ഓഫീസിൽ നടന്ന റെയ്ഡിലാണ് ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദായ നീതി വകുപ്പ് കണ്ടെടുക്കുന്നത്. പിന്നീട് ആദായ നീതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് ഇത് നടന്നത് മാസപ്പടി ഇടപാടാണ്. CMRന് നൽകാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള സേവനവും നൽകാൻ പര്യാപ്തമായ ഒരു സോഫ്റ്റ്വെയർ സ്ഥാപനമായിരുന്നില്ല പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള ഈ എക്സാലോജി കമ്പനി. അതുകൊണ്ട് തന്നെ നടന്നത് മാസപ്പടിയാണ് എന്നായിരുന്നു ഈ ആദായ നികുതിയുടെ ഇടക്കാല തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ മാസപ്പടി കേസ് വികസിച്ചത്. അതിന്മേൽ SFI അന്വേഷണം ഉണ്ടായിരുന്നു, ED അന്വേഷണം ഉണ്ടായിരുന്നു. എന്നാൽ ED അന്വേഷണം തടയണമെന്ന ആവശ്യപ്പെട്ട് ഈ CMR കോടതിയെ സമീപിച്ചു. എന്നാൽ അത്തരം സ്റ്റേകളെല്ലാം നീക്കിക്കൊണ്ടുള്ളൊരു തീരുമാനമാണ് ഇന്നലെ വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഇത് ബേക്കറി ജംഗ്ഷനിലെ അദ്ദേഹത്തിന്റെ വാടക വീടാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിലാണ്. ലോക്കൽ പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ല. ഇവിടെ പിണറായി താമസിക്കുന്ന ഇവിടെ അദ്ദേഹം 2 ആഴ്ചയിലേറെ കാലമായിട്ടുള്ള ഇവിടെ താമസമായിട്ട്. നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലായിരുന്നു താമസം. അദ്ദേഹത്തിന്റെ കുടുംബം അടക്കം ആളുകൾ താമസിക്കുന്ന ഇവിടെയാണ്. പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ആയെങ്കിലും അദ്ദേഹം ഇതുവരെ ഈ ഔദ്യോഗിക വസതി ഏറ്റെടുക്കുകയോ അങ്ങോട്ടേക്ക് മാറുകയോ ചെയ്തിട്ടില്ല. എന്തായാലും ഇവിടെ പരിശോധന തുടരുകയാണ്. CMRലെ ഓഫീസിലും പിണറായിയിലെയും ഒപ്പം തന്നെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീടും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. നേരത്തെ ഈ ലൈഫ് മിഷൻ ഫ്ളാറ്റ് ഇടപാടുമായും മറ്റും ബന്ധപ്പെട്ടും പിണറായിയുടെ മകൻ വിവേക് കിരണിനും ED നോട്ടീസ് ലഭിച്ചിരുന്നു. എന്നാൽ ആ നോട്ടീസ് ലഭിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ടും അക്കാലത്ത് വിവാദമുണ്ടായിരുന്നു. 2025 ജനുവരി സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ വന്നത്. എന്നാൽ പിണറായി വിജയനോ CPM നേതൃത്വമോ അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതിരോധവുമായി അക്കാലത്ത് തന്നെ രംഗത്ത് വന്നിരുന്നു. 2 കമ്പനികൾ തമ്മിൽ നടത്തിയ നിയമാനുസൃതമായ ഇടപാടാണ് അത്. നികുതി അടക്കം നൽകിക്കൊണ്ട് നടന്ന ഇടപാടാണ്. അതിൽ മാസപ്പടിയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരാരോപണങ്ങൾ ചുമത്തുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതിരോധം. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്നിപ്പോൾ ED അന്വേഷണം നടക്കുന്നു. EDയുടെ പരിശോധന അദ്ദേഹത്തിന്റെ വാടക വീട്ടിലും മറ്റ് സ്വന്തം വീട്ടിലും ഒക്കെ തന്നെ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ വിഷയമായി വളരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. EDയുടെ പരിശോധന തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ തുടരുകയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.